അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ആക്റ്റീവ് ട്രാക്കിങ്ങിനെ കുറിച്ചാണ് പഠിച്ചത്. നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് അതേ മോഡിൽ തന്നെയുള്ള വേറൊരു ട്രാക്കിനെ കുറിച്ചാണ്. ഓക്കെ, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ POI എന്ന് പറയുന്ന മോഡാണ്. അത് എന്താണ് മോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഡ്രോൺ ഓണാക്കി നമ്മൾ നേരത്തെ ചെയ്തതുപോലുള്ള പ്രോസസ്സിംഗ് ആണ്. സെയിം നമ്മളെ ഫോക്കസ് ട്രാക്കിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യുന്നു, അതിനുശേഷം നമ്മളെ ട്രാക്ക് ചെയ്യുന്നു, നമ്മൾ ട്രാക്കിംഗ് ഇനേബിൾ ആക്കുന്നു, നമ്മൾ ട്രാക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ POI എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യും. ആ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അത് താഴെ ഒരു 2 ഡയറക്ഷനിലോട്ട് 2 ആരോ കാണിക്കും. ആരോ കാണിക്കുന്നത് നമുക്ക് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ വേണമെങ്കിൽ നമ്മളെ ഓട്ടോമാറ്റിക്കലി ട്രാക്ക് ചെയ്ത് ഷൂട്ട് ചെയ്യും. അതാണ് ഈ പറയുന്ന ഒരു ഓപ്ഷൻ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അടുത്തൊരു മോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ മൂവ് ചെയ്ത് വരുന്നു. ഇത് അങ്ങനെയല്ല, നമ്മളൊരു സ്ഥലത്ത് തന്നെ നിൽക്കുമ്പോൾ ഡ്രോൺ തനിയെ നമ്മൾ ഇത് ചെയ്യും, ഒന്ന് റൗണ്ട് ചെയ്യും. ഈ പറയുന്ന ഒരു ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒരു 360 ഡിഗ്രി റൗണ്ട് വരുന്ന രീതിയിൽ നമ്മളെ ട്രാക്ക് ചെയ്യും. അപ്പോൾ അതാണ് ഈ പറയുന്ന മോഡ്. നമുക്ക് ആ മോഡിനെ കുറിച്ച് പഠിച്ചാലോ? ഓക്കെ ഫ്രണ്ട്സ്, നമ്മളത് ചെയ്യാണ്. നമ്മളിപ്പോൾ ആ മോഡിലോട്ട് പോവാണ്. നമ്മളതിനെ ടേക്ക് ഓഫ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ടേക്ക് ഓഫ് കൊടുക്കുകയാണ്. ഡ്രോൺ പതിവ് പോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫേസ് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ RC കൺട്രോളിലുള്ള നമ്മളെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. കൺട്രോൾ നമ്മൾ ഡ്രാഗ് ചെയ്തപ്പോൾ ഫോക്കസ് ട്രാക്ക് എനേബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഉടനെ ആ POI എന്ന് പറയുന്ന മോഡ് നമ്മൾ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ആ മോഡിൽ എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സ്ക്രീൻ റെക്കോർഡിൻ്റെ ഇതൊന്നും ശകലം മുകളിലോട്ട് കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ POI എന്ന് പറഞ്ഞ മോഡിലോട്ട് ഞാൻ ടച്ച് ചെയ്യുകയാണ്. അതിൻ്റെ ഫുൾ നെയിം എന്താണെന്ന് എനിക്ക് പിടുത്തമില്ല, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിപ്പോൾ ഡ്രോൺ പതിയെ ബാക്കിലോട്ട് പോയി ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഓൾറെഡി നമ്മൾ ഈ മോഡൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ബൈപ്പാസ് മോഡിലോട്ട് മാറ്റിയിട്ടുണ്ട് സേഫ്റ്റിയിൽ. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഡ്രോൺ ഒരു ഭാഗത്തേക്ക് അതൊക്കെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്, ശകലം ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡ്രോൺ പതിയെ താനെ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഡ്രോൺ പതിയെ മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും സംസാരിക്കുകയാണ്, ഫ്രണ്ടിൽ ഒരു തടസ്സമുണ്ട്, അത് മാറിപ്പോവാണ് ഡ്രോൺ. ഇപ്പോൾ ഡ്രോൺ കൃത്യമായിട്ട് എന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സംഭവം ഒബ്ജക്ഷൻ, നമ്മളിപ്പോൾ ഒരു വീഡിയോ സംസാരിക്കുകയാണ് എങ്കിൽ നമ്മളെ കൃത്യമായിട്ട് നമ്മളെ ഫോക്കസ് ചെയ്ത് നമ്മളെ ട്രാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ ട്രാക്ക് ചെയ്തുകൊണ്ട് തനിയെ അത് വരും. നമുക്ക് ഈ മൂവിങ്ങിന് ഇപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ, ആ മൂവിങ്ങിന് സ്പീഡ് കൂട്ടണമെങ്കിൽ നമ്മൾ അവിടെ തന്നെ കുറച്ചും കൂടി ലെങ്ത്തിനൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തനിയെ ഒന്ന് മൂവ് ചെയ്യും. ഇതിപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗത്തൂടെ ഒരു 360 ഡിഗ്രിയിൽ നമ്മളെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ പോയ സ്ഥലത്ത് കുറച്ചും കൂടി വേഗതയിൽ വരണമെങ്കിൽ ഞാൻ അവിടെ ഒന്നും കൂടി സ്പീഡിലോട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി വേഗതയിൽ അവിടെ വന്ന് നിൽക്കുകയാണ്. ഒരുപാട് ഒബ്ജക്ഷൻ ടാങ്ക് ഒക്കെ ഇരിപ്പുണ്ട്, തിരിച്ച് അതേ സ്ഥലത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? അപ്പോൾ നമ്മൾ പുതിയ 3-4 മോഡുകളെ കുറിച്ച് പഠിച്ചു. റിട്ടേൺ ടു ഹോം, RTH, പിന്നെ ഫേസ് ട്രാക്കിംഗ്, പിന്നെ ആക്റ്റീവ് ട്രാക്കിംഗ്, പിന്നെ POI എന്ന് പറയുന്നൊരു മോഡ്. 4 മോഡ് നമ്മളെക്കുറിച്ച് POI എന്ന് പറയുന്ന നമ്മൾ 4 മോഡിനെ കുറിച്ച് പഠിച്ചിരിക്കുകയാണ്. ഈ പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു സംഭവം ഉണ്ടായി, ഞാൻ പറഞ്ഞു. ഫിൽറ്ററിൽ ആ നെറ്റിൽ കിളിക്കൂടിൽ തട്ടി ഡ്രോൺ താഴെ വീണു. അത് എനിക്ക് പറ്റിയൊരു ചെറിയൊരു കയ്യാബദ്ധമാണ്. ഞാൻ ട്രാക്ക് ചെയ്തിട്ട് അത് നമ്മൾ പാൻ ചെയ്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്പീഡ് കൂട്ടി കാണിച്ചു തന്നു. സ്പീഡ് കൂട്ടിയപ്പോൾ അത് വന്നിട്ട് ആ വലക്കൂടിൽ വന്ന് തട്ടി താഴെ വീഴാണ് ഉണ്ടായത്. ശരിക്കും ബൈപ്പാസ് മോഡ് ഓൺ ആയിരുന്നു, പക്ഷെ അത് വലക്കൂടായതുകൊണ്ടാവാം. കുറച്ചും കൂടി കട്ടിയുള്ള എന്തെങ്കിലും ആയിരുന്നു അവിടെയെങ്കിൽ ഒരു പക്ഷേ അതിനെ ബൗൺസ് ചെയ്ത് മേളിൽ കൂടെ അങ്ങ് വന്നേനെ. പക്ഷെ എന്തോ പറ്റി, താഴെ വീണു. ഭാഗ്യത്തിന് ഡ്രോണൊന്നും പറ്റിയില്ല. ഡ്രോണിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാലൊന്നും പറ്റിയില്ല, ഭാഗ്യം. എൻ്റെ ഭാഗ്യം കൊണ്ട് തന്നെയാണ് ഒന്നും സംഭവിക്കാത്തത്. ഞാൻ വീണ്ടും ലെഗ് ഒക്കെ എടുത്ത് നോക്കി, അതിൻ്റെ പ്രൊപ്പലർ എടുത്ത് നോക്കി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ സൈഡിൽ സ്ക്രാച്ച് ഒന്നുമില്ല. അത് വന്ന് വീണത് കമിഴ്ന്നാണ് വീണത്, നേരെയല്ല, ഇങ്ങനെ മലർന്നാണ് വീണത്, താഴേക്കാണ് വീണത്. ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു. ശരിക്കും ഈ മോഡ് ഞാൻ നേരത്തെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പല തവണയായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ നിൽക്കുന്ന ഈ ഒരു പരിധിക്കകത്ത് നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളാണിത്. ഇത് ശരിക്കും കുറച്ചും കൂടി വൈഡ് ഏരിയയിലാണ്, കുറച്ചും ഗ്രൗണ്ട് ഏരിയയിലാണ് എങ്കിൽ നന്നായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തെടുക്കാം. ആ ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ലാൻഡ് ഭൂമിയിലെ നമ്മുടെ ഗ്രൗണ്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്റ്റൈലായിട്ടുള്ള ഷൂട്ടൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് ഒരുപാട് വ്ളോഗ് ചെയ്യാം, പല ആക്ടിവിറ്റീസുകൾക്ക് നമുക്ക് ഡ്രോണിൻ്റെ ഈ മോഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഡ്രോൺ കൂടുതൽ പഠിച്ചത്. ഞാനും ചെയ്യേണ്ടിയിരുന്നത്, ശരിക്കും എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ
കുറച്ചും കൂടി നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടെറസിനകത്തുള്ള ഈ ജസ്റ്റ് ഒരു 5 മീറ്റർ, ഒരു 10 മീറ്ററിനകത്തുള്ള ഒരു ഡിസ്റ്റൻസിലാണ് ഡ്രോൺ അങ്ങനെ ചെയ്യിപ്പിച്ചത്. പാടില്ലായിരുന്നു. ഇതിപ്പോൾ ഇവിടെ ഈ എൻ്റെ വീടിൻ്റെ ഈ ബാക്ക് സൈഡ് കഴിഞ്ഞത് കംപ്ലീറ്റ് മരങ്ങളാണ്. അപ്പോൾ മരങ്ങളുള്ളത് കൊണ്ട് എന്ത് വന്നാലും ഇപ്പം ഞാൻ നിൽക്കുന്ന അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് എൻ്റെ വീട് തെങ്ങുണ്ട്. തെങ്ങിന് മുകളിലുള്ള ഒരു ഹൈറ്റിന് ഡ്രോൺ നിർത്തിയിട്ട് ചെയ്യിപ്പിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കത് പറ്റിയില്ല, ഒരു അബദ്ധമാണ്. ഒന്നും പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഇനി ഞാൻ ചെയ്യുമ്പോൾ ഫുൾ സേഫ്റ്റി നോക്കി തന്നെ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇനി അടുത്ത മോഡലിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിന് പറ്റിയ മോഡലുകൾക്ക് പറ്റിയ ഏജ് ഇതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ അടുത്ത ഷൂട്ടിന് ഞാൻ ഈ സ്ഥലത്ത് തന്നെ ചെയ്യുള്ളൂ. ചിലപ്പോൾ ഇവിടെ ആയിരിക്കില്ല ചെയ്യുന്നത്, പുതിയൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ ഓക്കെ, ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം?